Hi students, today I am going to take the topic on CPR, Cardiopulmonary Resuscitation. Okay, എന്താണ് Cardiopulmonary Resuscitation? CPR നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ടേം ആണ് CPR എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം ആണ് Cardiopulmonary Resuscitation. ഇത് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് എയ്ഡ് മെഷർ ആണ്. ഒരു കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി അറസ്റ്റ്, ഡ്രൗണിങ് ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ പേഷ്യന്റിനെ ലൈഫിലേക്ക് തിരിച്ച് റിവൈവ് ചെയ്തെടുക്കാനുള്ള, തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു മെത്തേഡ് ഓഫ് ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ ബേസിക് ലൈഫ് സപ്പോർട്ടാണ് CPR എന്ന് പറയുന്ന പ്രൊസീജിയർ. ഇതൊരു മെഡിക്കൽ ഫീൽഡിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിലല്ല, ഏതൊരു ഹ്യൂമൻ ബീയിങ്ങും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് CPR അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറാണ് CPR എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. ലൈഫ് സേവിങ് പ്രൊസീജിയർ ഗിവൺ ടു ദോസ് ഹു ഡെവലപ്പ് കാർഡിയോപൾമണറി അറസ്റ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതെന്താണ്, ഒരു ലൈഫ് സേവിങ് പ്രൊസീജിയറാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വിച്ച് കൈൻഡ് ഓഫ് പീപ്പിൾ? കാർഡിയോപൾമണറി അറസ്റ്റ് ഉണ്ടാകുന്നത്, കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി അറസ്റ്റ് ഉണ്ടാകുന്ന പേഷ്യൻസിന്, മെഡിക്കൽ എമർജൻസീസ് ഉണ്ടാകുന്ന പേഷ്യൻസിന് നമ്മൾ റിവൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് CPR എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ചെസ്റ്റ് കംപ്രഷൻസ് വരും, അസിസ്റ്റഡ് വെന്റിലേഷൻ വരും. ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ കൊളാപ്സ് ടു ഇനിഷ്യേഷൻ ഓഫ് CPR ആൻഡ് കൊളാപ്സ് ടു ഡീഫിബ്രിലേഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മൾ എന്താണ് CPR സ്റ്റാർട്ട് ചെയ്യുന്ന, ഇനിഷ്യേറ്റ് ചെയ്യുന്ന ടൈമും ഡീഫിബ്രിലേഷൻ കൊടുക്കുന്ന ടൈമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പേഷ്യൻ്റെ ലൈഫിനെ സംബന്ധിച്ച്. നമ്മൾ CPR കൊടുക്കാൻ താമസിച്ചാൽ പേഷ്യൻ്റെ ലൈഫ് ഇല്ലാണ്ടാവുകയാണ് അവിടെ ചെയ്യുന്നത്. കൺസിസ്റ്റ് ഓഫ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആൻഡ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട്. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുന്നതാണ്. ബേസിക് ലൈഫ് സപ്പോർട്ടാണ് നമ്മൾ സാധാരണ ആളുകൾ പേഷ്യൻറ്റിന് കൊടുക്കുന്ന ഇങ്ങനത്തെ സിറ്റുവേഷനിൽ. പെട്ടെന്നൊരു വഴിയരികിൽ ഒരു പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആയിട്ട് കിടന്നാൽ ഒരു സാധാരണക്കാരൻ ചെയ്യേണ്ട മെത്തേഡ് ഓഫ് റെസ്ക്യൂ ആണ് CPR, ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മളതാണ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഡെഫിനിഷൻ. CPRൻ്റെ ഡെഫിനിഷൻ എന്താണ്? CPR is a basic emergency procedure for life support consisting of artificial respiration and manual external cardiac massage. CPR എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ ബേസിക് എമർജൻസി പ്രൊസീജിയർ. ഒരു എമർജൻസി പ്രൊസീജിയറാണ്, ബേസിക് ആയിട്ടുള്ള ഒരു എമർജൻസി പ്രൊസീജിയറാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് പേഷ്യൻറ്റിന് റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ മാനുവൽ എക്സ്റ്റേണൽ കാർഡിയാക് മസാജ്, അതായത് കാർഡിയാക്ക് നെഞ്ചിൽ നമ്മൾ എക്സ്റ്റേണലി കംപ്രഷൻസ് കൊടുക്കുന്നു, മസാജ് കൊടുക്കുന്നു. അതിലൂടെ പേഷ്യൻ്റെ ലൈഫ് നമ്മളെ നിലനിർത്താൻ ശ്രമിക്കുന്നു. ദിസ് ഈസ് CPR. പ്യുവർലി ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് CPR. ഇതല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ലൈഫ് സേവിങ് ടെക്നിക് യൂസ്ഫുൾ ഇൻ മെനി എമർജൻസീസ് ഇൻക്ലൂഡിങ് ഹാർട്ട് അറ്റാക്ക് ഓർ റെസ്പിറേറ്ററി അറ്റാക്ക്. ഇതിനെല്ലാം ഉള്ള ഒരു ബേസിക് ലൈഫ് സേവിങ് ടെക്നിക്കാണ് CPR എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പർപ്പസസ്. വാട്ട് ആർ ദ പർപ്പസസ് ഓഫ് CPR? CPRൻ്റെ പർപ്പസസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ടു എസ്റ്റാബ്ലിഷ് ഇഫക്റ്റീവ് വെന്റിലേഷൻ ആൻഡ് സർക്കുലേഷൻ. നമ്മൾ എന്തിനാണ് CPR കൊടുക്കുന്നത്? ഒരു ഇഫക്റ്റീവ് വെന്റിലേഷൻ ഉണ്ടാവാനും അതുപോലെ തന്നെ സർക്കുലേഷൻ ഉണ്ടാവാനും. ടു പ്രിവെൻറ്റ് ഇറിവേഴ്സിബിൾ ബ്രെയിൻ ഡാമേജ് ഫ്രം അനോക്സിയ. ഓക്കെ, നമ്മുടെ തലച്ചോറിലോട്ട് ഒരു കൃത്യമായിട്ട് ഒരു ഓക്സിജൻ സപ്ലൈ ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു 30 സെക്കൻഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഡാമേജ് സ്റ്റാർട്ട് ആവാൻ തുടങ്ങും. ഓക്കെ, അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി റിവേഴ്സിബിൾ ആയിട്ട് ഉണ്ടാവാതെ, അതായത് ഒരിക്കലും നമുക്കിത് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. ബ്രെയിൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതെ ബ്രെയിൻ ഡാമേജിനെ തടയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ബ്രെയിനിലോട്ട് ഓക്സിജൻ എത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ CPR കൊടുക്കും. പിന്നെ ടു റെഡ്യൂസ് ഇമ്മച്വർ മോർട്ടാലിറ്റി റേറ്റ് ഓഫ് പേഷ്യൻ്റ് ഇൻ ഹോസ്പിറ്റൽ. അതുപോലെ എങ്ങനെയാണ് പേഷ്യൻ്റിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കാൻ, അതായത് പേഷ്യൻ്റിൻ്റെ മരണനിരക്ക് കുറയ്ക്കണം, പേഷ്യൻറ്റിനെ റിവൈവ് ചെയ്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഇത്രയാണ് ഇതിൻ്റെ പർപ്പസസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് എന്താണ്? ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വെന്റിലേഷനും ഒരു സർക്കുലേഷനും പേഷ്യൻറ്റിന് കൊടുക്കുക. വെന്റിലേഷൻ മീൻസ് ബ്രീത്തിങ്, സർക്കുലേഷൻ എന്ന് വെച്ചാൽ ബ്ലഡ് ഫ്ലോ. ഇത് രണ്ടും കറക്റ്റായിട്ട് നടക്കുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പർപ്പസസ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്കിതിൻ്റെ ഇൻഡിക്കേഷൻസ് നോക്കാം. ഏതൊക്കെ പേഷ്യൻസിനാണ് നമ്മൾ CPR കൊടുക്കേണ്ടത്?
അതാണ് ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് വരുന്നത്. ഫസ്റ്റ് റെസ്പിറേറ്ററി അറസ്റ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞു റെസ്പിറേറ്ററി അറസ്റ്റ് ആണ് ഇതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ. റെസ്പിറേറ്ററി അറസ്റ്റ് എന്തൊക്കെ കൊണ്ടുണ്ടാവാം? ഡ്രൗണിങ് കൊണ്ടുണ്ടാവാം, വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതുകൊണ്ട്. അതുപോലെ തന്നെ സ്ട്രോക്ക് ഉള്ള പേഷ്യൻസ് ആവാം. പിന്നെ അതുപോലെ ഫോറിൻ ബോഡി ആസ്പിറേഷൻ, തൊണ്ടയിൽ എന്തെങ്കിലും ഫോറിൻ ബോഡി കുടുങ്ങിയത് കൊണ്ടുണ്ടാവാം. അതുപോലെ ഡ്രഗ് ഓവർഡോസ്, എന്തെങ്കിലും മരുന്നുകൾ ഓവർഡോസ് ആയിട്ട് കഴിച്ചു അതുകൊണ്ടുണ്ടാവാം. പിന്നെ സ്മോക്ക് ഇൻഹലേഷൻ, അതിപ്പോൾ ഒരു വലിയ തീപിടുത്തത്തിൻ്റെ അകത്തൊരു പേഷ്യൻ്റ് പെട്ടുപോയി, ഒരുപാട് സ്മോക്ക് അവർ ശ്വസിച്ചു, അങ്ങനെ വരുമ്പോഴും റെസ്പിറേറ്ററി അറസ്റ്റ് ഉണ്ടാവാം. അങ്ങനെ വരുമ്പോഴും നമ്മൾ CPR കൊടുക്കാറുണ്ട്. പിന്നെ സഫോക്കേഷൻ, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ആൻഡ് കോമ. ഇത്രയാണ് റെസ്പിറേറ്ററി അറസ്റ്റിൻ്റെ ഇൻഡിക്കേഷൻ. നെക്സ്റ്റ് അതുപോലെ തന്നെ കാർഡിയാക് അറസ്റ്റും ഉണ്ടാവാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് CPR എന്താണ് എന്ന് നോക്കാം. CPR നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്ന പേഷ്യൻറ്റിന്, ഹാർട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന പേഷ്യൻറ്റിന് വീണ്ടും ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് ടെക്നിക്കാണ് CPR. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വരും? ചെസ്റ്റ് കംപ്രഷൻസ് വരും, അതുപോലെ തന്നെ റെസ്ക്യൂ ബ്രീത്തും വരും. ഓക്കെ, CPRന് നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട ഒരു 4 കാര്യങ്ങളുണ്ട് ഒരു CPR പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി. നമ്മൾ നടന്നു പോവാണ്, അപ്പോഴത്തേക്കും വഴിയിൽ ഒരു പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നമ്മളൊരു 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് സീൻ സേഫ്റ്റി. സീൻ സേഫ് ആണോ? പേഷ്യൻ്റ് കിടക്കുന്ന സ്ഥലം സേഫ് ആണോ? ഇപ്പോൾ ഒരു തീപിടുത്തം ഉണ്ടായ സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് വെച്ചോ, ആ തീപിടുത്തം ഉണ്ടായ സ്ഥലത്ത് ഫുള്ള് പുകയായിരിക്കും. നമ്മളും സേഫ് ആവണം, പേഷ്യൻറ്റും സേഫ് ആവണം. ആ പുകയിൽ നിന്നും തീയിൽ നിന്നും പേഷ്യൻറ്റിനെ മാറ്റി കിടത്തണം. എങ്കിൽ മാത്രമേ നമ്മളും സേഫ് ആവത്തുള്ളൂ, പേഷ്യൻറ്റും സേഫ് ആവത്തുള്ളൂ. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സീൻ സേഫ്റ്റി നോക്കണം. അത് കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിൻ്റെ റെസ്പോൺസ് ചെക്ക് ചെയ്യണം. എങ്ങനെയാണ് പേഷ്യൻറ്റിൻ്റെ റെസ്പോൺസ് ചെക്ക് ചെയ്യുക? ഷോൾഡറിൽ ടാപ്പ് ചെയ്യുക. പേഷ്യൻ്റ് ഷോൾഡറിൽ ടാപ്പ് ചെയ്തിട്ട് ആർ യു ഓക്കെ സാർ എന്ന് ചോദിക്കണം. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ, ആർ യു ഓക്കെ എന്ന് ചോദിക്കുക പേഷ്യൻറ്റിനോട്. നന്നായിട്ട് ടാപ്പ് ചെയ്ത് ചോദിക്കുക പേഷ്യൻറ്റിനോട്. എന്നാൽ മാത്രമേ പേഷ്യൻ്റ് അതറിയത്തുള്ളൂ. അപ്പം ആദ്യം നമ്മൾ സീൻ സേഫ്റ്റി നോക്കി, രണ്ടാമത് നമ്മൾ റെസ്പോൺസ് കണ്ടു. ഇനി മൂന്നാമത് നമ്മൾ കോൾ ഫോർ ഹെൽപ്പ്. നമുക്ക് ഒറ്റയ്ക്ക് ഒരാളെ മാറ്റിക്കിടത്താനും സഹായത്തിന് ആളില്ലാതെ പറ്റുമോ? അപ്പോൾ നമ്മൾ മൂന്നാമത് എന്ത് ചെയ്യണം? ഹെൽപ്പ് വിളിക്കണം, ആരെങ്കിലും സഹായിക്കാൻ വിളിക്കണം. അപ്പോൾ ആരും അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ ഫോൺ ഓണാക്കി ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് നിങ്ങൾ പ്രൊസീജിയർ ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 108 ആംബുലൻസ് ഒക്കെ വിളിക്കുക, സെറ്റാക്കി വെക്കുക. പിന്നെ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കരോട്ടിഡ് പൾസ് നോക്കണം. അഡൾട്ടിൻ്റെ ഏത് പൾസാണ് നമ്മൾ നോക്കേണ്ടത്? കരോട്ടിഡ് പൾസ്. കഴുത്തിൻ്റെ അവിടെയുള്ള പൾസാണ് കരോട്ടിഡ് പൾസ്. ആ കരോട്ടിഡ് പൾസ് ഫീൽ ചെയ്യുക. എത്ര സെക്കൻഡാണ്? 5 to 10 seconds, നോട്ട് മോർ ദാൻ 10 seconds. 10 സെക്കൻഡിൽ കൂടുതൽ ഒരിക്കലും കരോട്ടിഡ് പൾസ് നോക്കാൻ പാടില്ല. കരോട്ടിഡ് പൾസ് പേഷ്യൻ്റ് ഫീൽ ചെയ്യുക, 10 സെക്കൻഡിൽ കൂടുതൽ ഫീൽ ചെയ്യാൻ പാടില്ല. ഓക്കെ, കരോട്ടിഡ് പൾസ് നിങ്ങൾക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞാലാണ് ആക്ടിവേറ്റ് എമർജൻസി റെസ്പോൺസ്. ആക്ടിവേറ്റ് എമർജൻസി റെസ്പോൺസ്. അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സീൻ സേഫ്റ്റി നോക്കണം, റെസ്പോൺസ്, ചെക്ക് ഫോർ റെസ്പോൺസ് ഓഫ് ദ പേഷ്യൻറ്റ്. അത് കഴിഞ്ഞ് മൂന്നാമത് കോൾ ഫോർ ഹെൽപ്പ്, പേഷ്യൻറ്റിനെ ആൾക്കാരെ ഹെൽപ്പിന് വിളിക്കുക. എന്നിട്ട് നമ്മൾ 10 സെക്കൻഡ് അല്ലെങ്കിൽ 5 തൊട്ട് 10 സെക്കൻഡ്, മാക്സിമം 10 സെക്കൻഡ് കരോട്ടിഡ് പൾസ് ഫീൽ ചെയ്തു, നമുക്കതും കിട്ടിയില്ല. അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആക്ടിവേറ്റ് എമർജൻസി റെസ്പോൺസ്. എമർജൻസി റെസ്പോൺസിൽ ആദ്യം എന്താണ്? ABC എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോക്കുന്നത്. A ഫോർ എയർവേ. ആദ്യം നമ്മൾ പേഷ്യൻ്റെ എയർവേ ആണ് ചെക്ക് ചെയ്യേണ്ടത്. പേഷ്യൻ്റ് അസസ്മെൻറ്റിനകത്ത് എന്താണ് ആദ്യം വരുന്നത്? എയർവേ. രണ്ടാമത് എന്താ വരുന്നത്? ബ്രീത്തിങ്. പേഷ്യൻ്റ് അസസ്മെൻറ്റിൻ്റെ അകത്ത് ആദ്യം വരുന്നത് എയർവേ, A. B ഫോർ ബ്രീത്തിങ് ആൻഡ് C ഫോർ കംപ്രഷൻസ്. കംപ്രഷൻ ഓർ കമ്മൻ CPR നടക്കുന്നത് കംപ്രഷനാണ് കേട്ടോ. എയർവേ, ബ്രീത്തിങ് ആൻഡ് കംപ്രഷൻ. ഇത്രയാണ് എന്ത് വരുന്നത്? പേഷ്യൻ്റ് അസസ്മെൻറ്റിൻ്റെ അകത്ത് വരുന്നത്. ആദ്യമേ നമുക്ക് എയർവേ ചെക്ക് ചെയ്യാം. എയർവേ എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? എയർവേ എന്ന് പറഞ്ഞാൽ എന്താണ്? എയർവേ ഇസ് ദ ട്യൂബ് വിച്ച് ടേക്സ് എയർ ഫ്രം ദ മൗത്ത് ടു ദ ലങ്സ്. ലങ്സിൽ നിന്ന്, മൗത്തിൽ നിന്ന് അല്ലെങ്കിൽ നോസിൽ നിന്ന് ലങ്സിലേക്ക് എയറിനെ കൊണ്ടുപോകുന്ന ആ പാത്വേക്ക് പറയുന്ന പേരാണ് എയർവേ. വെൻ എ പേഷ്യൻ്റ് ഇസ് അൺകോൺഷ്യസ്, their tongue falls backward and block the airway. This can cause an obstruction and the victim will
ക്വിക്ക്ലി സഫോക്കേറ്റ്. എന്താണ്, ഒരു പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആയിരിക്കുമ്പോൾ അവരുടെ നാക്ക് പുറകിലേക്ക് തള്ളിപ്പോവാം. അത് കാരണം ആ എയർവേ ക്ലോസ് ആയിട്ടിരുന്ന് അവർക്ക് സഫോക്കേഷൻ ഉണ്ടാവാം. അതല്ലാതെ വായിൽ എന്തെങ്കിലും കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ എയർവേ ബ്ലോക്ക് ആയിട്ടും അവർക്ക് സഫോക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ ടു ഓപ്പൺ ആൻ അൺകോൺഷ്യസ് പേഷ്യൻസ് എയർവേ പ്ലേസ് വൺ ഹാൻഡ് ഓൺ ദെയർ ഫോർഹെഡ് ആൻഡ് ടിൽറ്റ് ദെയർ ഹെഡ് ബാക്ക്വേർഡ്. അതായത് നമ്മുടെ പേഷ്യൻ്റെ വായിൽ എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടത്? ആദ്യമേ നമ്മൾ ആദ്യം നമ്മൾ നെറ്റിയിൽ ഒരു കൈ വെച്ച് നെറ്റിയിൽ താഴേക്ക് പിടിക്കുക. എന്നിട്ട് നമ്മുടെ ചിന്ന് മുകളിലോട്ട് നമ്മുടെ മറ്റേ കൈയിലെ ഫിംഗേഴ്സ് വെച്ചിട്ട് ചിന്ന് മുകളിലോട്ട് ഉയർത്തുക. അതിനാണ് ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് മെത്തേഡ്. ഹെഡ് പുറകിലേക്ക് ടിൽറ്റ് ചെയ്ത് ചിന്ന് മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യുക. അപ്പം ആ എയർവേ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ മെത്തേഡിനാണ് ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പ്ലേസ് 2 fingers on the bony part of the chin and ഇത് തന്നെ, ഈ സാധനമാണ് ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മാനുവറിന് പറയുന്ന പേരെന്താണ്? ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് മെത്തേഡ്. നെക്സ്റ്റ്, ഇനി വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. ഇതാണ് അതിൻ്റെ ഫോട്ടോ, ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് മെത്തേഡിൻ്റെ. ഒരു കൈ കൊണ്ട് നമ്മൾ ഫോർഹെഡിൽ താഴേക്ക് താത്തു, മറ്റേ കൈ കൊണ്ട് നമ്മൾ ചിന്ന് മുകളിലോട്ട് പൊക്കി. ഇതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും വായിലെ നമുക്ക് ഒരു പിക്ചർ ക്ലിയർ ആയിട്ട് കിട്ടും. വായിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഒരു മെത്തേഡാണ് ജോ ത്രസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ്. ഓക്കെ, ജോ ത്രസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇതാണ്. ജോ ത്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്പൈനൽ ഇഞ്ചുറി ഒക്കെ ഉള്ള പേഷ്യൻസിന് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പേഷ്യൻ്റ് സുപ്പൈൻ പൊസിഷനിൽ നേരെ കിടക്കും. നമ്മൾ 2 കൈ ഉപയോഗിച്ച് പേഷ്യൻ്റ് അതായത് താടിയെല്ല് 2 കൈ ഉപയോഗിച്ച് പേഷ്യൻ്റെ താടിയെല്ല് സപ്പോർട്ട് ചെയ്ത് മുകളിലേക്ക് പൊക്കുക. അന്നേരം ഒരു ക്ലിയർ പിക്ചർ നമുക്ക് വായുടെ കിട്ടും. അന്നേരം നമുക്ക് വായിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഓക്കെ, ഇത്രയും നമ്മൾ എന്നിട്ട് ഒരിക്കലും വായിക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. നമ്മൾ ബ്ലൈൻഡായിട്ട് നമ്മുടെ കൈയിട്ട് ഫോഴ്സ് ചെയ്യാൻ പാടില്ല. കൈ ഇട്ടുവാണെങ്കിൽ എന്താണ്, ഇത് അകത്തോട്ട് പോകും ഈ സാധനം. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഫോഴ്സെപ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് വേണം ഇത് റിമൂവ് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ ഇത് അകത്തേക്കേ പോവുള്ളൂ. അല്ലാതെ നമ്മൾ ബ്ലൈൻഡായിട്ട് കൈയിട്ട് ഒരിക്കലും കൈയിടാൻ പാടില്ല കേട്ടോ. നെക്സ്റ്റ്, ഓക്കെ, നമ്മളിപ്പം എയർവേ പറഞ്ഞു. എയർവേയിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇത് ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് മെത്തേഡും ജോ ത്രസ്റ്റ് മെത്തേഡ് 2 മാനുവേഴ്സാണ് നമ്മൾ ഇതിൻ്റെ അത് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കണ്ട. ഓക്കെ, നമ്മൾ എയർവേ നോക്കി, നമ്മൾ എയർവേ ക്ലിയർ ആണോ നോക്കി അസസ് ചെയ്തു. എയർവേ ക്ലിയർ ആണ്. ക്ലിയർ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഫോഴ്സെപ്സ് ഒക്കെ യൂസ് ചെയ്ത് അത് ക്ലിയർ ആക്കി. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? എ നോക്കി, അടുത്തത് നമ്മൾ ബി നോക്കണം. ബി എന്താണ്? ബ്രീത്തിങ്. ചെക്ക് ഫോർ ബ്രീത്തിങ്ങിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ലുക്ക്, ലിസൺ ആൻഡ് ഫീൽ എന്നാണ് പറയുന്നത്. ആദ്യമേ നമ്മൾ പേഷ്യൻ്റ് ബ്രീത്തിങ് ഉണ്ടോ എന്ന് നോക്കുക. നമ്മൾ തല പേഷ്യൻറ്റിൻ്റെ ഹെഡിൻ്റെ സൈഡിൽ നിന്ന് താഴേക്ക് നോക്കുക. അപ്പം പേഷ്യൻ്റെ ചെസ്റ്റ് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നുണ്ടോ, ബ്രീത്തിങ് ഉണ്ടോ നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിസൺ ചെയ്യുക. ബ്രീത്തിങ്ങിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫേസ് പേഷ്യൻ്റെ ഇതിൻ്റെ ഫ്രണ്ടിലായിരിക്കും, മുഖത്തിൻ്റെ ഫ്രണ്ടിലായിരിക്കും. അപ്പം നമ്മുടെ മുഖത്ത് അടിക്കുന്നുണ്ടോ, ആ റെസ്പിറേഷൻ്റെ കാറ്റടിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇത് എത്ര നേരം ചെയ്യണം? 10 സെക്കൻഡ് നമ്മളിങ്ങനെ ചെയ്യുക. ഓക്കെ, then irregular shallow gasp is not normal breathing. This phenomenon is known as agonal breathing and should be ignored. Patients who have just suffered a cardiac arrest may display agonal breathing. ഓക്കെ, ഇറഗുലർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ദീർഘനിശ്വാസം വിടുന്നുണ്ടെങ്കിൽ അത് നോർമൽ അല്ല. ഇതിന് പറയുന്ന പേരാണ് ആഗണൽ ബ്രീത്തിങ് കേട്ടോ. ഇത് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായിട്ടുള്ള പേഷ്യൻസിന് കോമൺ ആയിട്ട് കാണുന്ന ഒരു ബ്രീത്തിങ് ആണ് കേട്ടോ. നെക്സ്റ്റ്, നമ്മൾ ഓൾറെഡി കോൾ ഫോർ ഹെൽപ്പ് പറഞ്ഞു. ഇത് അതിന് മുമ്പ് വരുന്ന സ്ലൈഡാണേ. ഓക്കെ, നമ്മൾ ഇത്രയും ചെയ്തു. ബ്രീത്തിങ്ങും കഴിഞ്ഞു, എയർവേയും ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കംപ്രഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ചെസ്റ്റ് കംപ്രഷൻസ്
സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആംബുലൻസ് ഒക്കെ വിളിച്ചു, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചെസ്റ്റ് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുക. എങ്ങനെയാണ്? പ്ലേസ് ദ ഹീൽ ഓഫ് ഈ പിക്ചറിൽ കാണിച്ചേക്കുന്നത് പോലെ തന്നെ പ്ലേസ് ദ ഹീൽ ഓഫ് ദ ഹാൻഡ് ഓൺ ദ സെൻറ്റർ ഓഫ് ദ ചെസ്റ്റ്. ആ സ്ഥലത്തിന് ആ പ്ലേസ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കുക. എന്നിട്ട് ആ പ്ലേസ് ചെയ്തേക്കുന്ന ആ പൊസിഷൻ പ്ലേസ് ചെയ്തേക്കുന്ന ആ സൈറ്റിന് പറയുന്ന പേരാണ് സിഫിസ്റ്റേണം അല്ലെങ്കിൽ സിഫോയിഡ് പ്രോസസ് ഓഫ് ദ സ്റ്റേണം. സിഫിസ്റ്റേണം അല്ലെങ്കിൽ സിഫോയിഡ് പ്രോസസ് ഓഫ് ദ സ്റ്റേണം എന്നാണ് ആ സൈറ്റിന് പറയുന്ന പേര്. അവിടെയാണ് നമ്മൾ ഹാൻഡ് പ്ലേസ് ചെയ്തിട്ട് 30 കംപ്രഷൻസ് ആണ് നമ്മൾ ഇനീഷ്യലി പേഷ്യൻറ്റിന് കൊടുക്കുന്നത്. ഡൊമിനൻ്റ് ഹാൻഡിൻ്റെ മുകളിൽ നോൺ ഡൊമിനൻ്റ് ഹാൻഡ് വെച്ചിട്ട് നമ്മൾ ഹീൽ ഓഫ് ദ ഹാൻഡ്സ് കൊണ്ട് 30 കംപ്രഷൻസ് നമ്മൾ കൊടുക്കും. ഫിംഗേഴ്സ് ഇൻ്റർലോക്ക് ചെയ്ത് 30 കംപ്രഷൻസ്. ഓക്കെ, ഇനി അതെങ്ങനെയാണ് ഇതിന് ഈ ഒരു കംപ്രഷൻസ് കൊടുക്കുന്നത് പുഷ് ഹാർഡ് ആൻഡ് പുഷ് ഫാസ്റ്റ് എന്നാണ് പറയുന്നത്. പുഷ് ഹാർഡ് ആൻഡ് പുഷ് ഫാസ്റ്റ് 30 ടൈംസ് ആണ് കൊടുക്കേണ്ടത്. 30 കംപ്രഷൻ ഓവർ അതിൻ്റെ റേറ്റ് എത്രയാണ്? 100 to 120 കംപ്രഷൻസ് പെർ മിനിറ്റ്. 100 തൊട്ട് 120 കംപ്രഷൻസ് വരെ ഒരു മിനിറ്റിൽ ഉണ്ടാകണം. ഇതിൻ്റെ ഡെപ്ത് എത്രയായിരിക്കും? 4 തൊട്ട് 5 സെൻറ്റിമീറ്റർ വരെ ഡീപ്പായിട്ട് വേണം നമ്മൾ ഈ കംപ്രഷൻസ് കൊടുക്കാൻ വേണ്ടി. ഇതിനെങ്ങനെയാണ്? പുഷ് ഹാർഡ് ആൻഡ് പുഷ് ഫാസ്റ്റ്. കട്ടിക്ക് പെട്ടെന്ന് വേണം നമ്മൾ ചെയ്യാൻ. ഈ 30 കംപ്രഷൻസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് സ്ലൈഡിൻ്റെ അകത്ത് 5 to 6 സെൻറ്റിമീറ്റർ എന്നാണ്. അങ്ങനെയല്ല, 4 to 5 സെൻറ്റിമീറ്റർ ഡെപ്തിലാട്ടോ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഫുൾ ബോഡി വെയിറ്റ് പേഷ്യൻറ്റിൻ്റെ ആ നെഞ്ചിലോട്ട് കൊടുക്കരുത്. പേഷ്യൻ്റെ റിബ്സ് ഒക്കെ ഒടിഞ്ഞു പോവും. നമ്മൾ ലീൻ ചെയ്യാതെ നമ്മുടെ ആ കൈയുടെ ആ കംപ്രഷൻ്റെ ആ ഒരു വെയിറ്റ് മാത്രമേ അവിടെ കൊടുക്കാവുള്ളൂ. ഓക്കെ, ഇതാണ് പ്രോപ്പർ ടെക്നിക്സ് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഷോൾഡർ ഇങ്ങോട്ട് ലീനായിട്ട് നിൽക്കാതെ നമ്മൾ ഷോൾഡർ നേരെ വെച്ച് താഴേക്ക് കംപ്രഷൻസ് കൊടുക്കണം. ഇതൊരു എന്താ പറയുക, ഒരു മാനിക്വിനിലൊക്കെ ചെയ്ത് മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. ചെയ്ത് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കത് കിട്ടും കേട്ടോ. ഓക്കെ, അങ്ങനെ ഈ 30 കംപ്രഷൻസിന് ശേഷം നമ്മൾ 2 റെസ്ക്യൂ ബ്രീത്ത്സ് ആണ് കൊടുക്കുന്നത്. 30 കംപ്രഷൻ നമ്മൾ കൊടുത്തു. അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കും. അതെങ്ങനെയാണ്? നമ്മൾ പേഷ്യൻ്റെ നോസ് പിൻ ചെയ്ത് പിടിച്ചിട്ട് വാ തുറന്ന് വായ്ക്കകത്തൂടെ ബ്ലോ ചെയ്യും. 2 റെസ്ക്യൂ ബ്രീത്താണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഇത് ഡീഫിബ്രിലേറ്റർ അല്ലെങ്കിൽ AED ഓട്ടോമാറ്റഡ് ഇലക്ട്രിക്കൽ ഡീഫിബ്രിലേറ്റർ വരുന്നത് വരെ നമ്മൾ ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ഒരു വട്ടം ചെയ്തിട്ട് നമ്മൾ പോവല്ല ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഇപ്പം 30 പ്രാവശ്യം ചെയ്തു, 2 റെസ്ക്യൂ ബ്രീത്ത് ചെയ്തു. അതുകൊണ്ട് നമ്മൾ വീണ്ടും പേഷ്യൻറ്റിനെ അസസ് ചെയ്യുക. എന്താ റെസ്പിറേഷൻ, എയർവേ ഉണ്ടോ, ബ്രീത്തിങ് ഉണ്ടോ, ബ്രീത്തിങ് തിരിച്ചു വന്നിട്ടുണ്ടോ എന്ന് അസസ് ചെയ്യുക. ഒന്നും വന്നിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. റെസ്ക്യൂ ബ്രീത്ത് 2 എണ്ണം കൊടുക്കണം. അതുപോലെ ഒത്തിരി ഓവർ ഇൻഫ്ലേറ്റ് ആവാൻ പാടില്ല. പേഷ്യന് ഹൈപ്പർ വെന്റിലേഷൻ ഉണ്ടാവാൻ പാടില്ല. ബ്രീത്ത് കൊടുക്കുമ്പോഴും ശ്രദ്ധിച്ച് നമ്മൾ മൗത്ത് ടു മൗത്ത് ആയിരിക്കും കൊടുക്കുന്നത്. നമ്മൾ മൂക്ക് പിൻ ചെയ്ത് പിടിച്ചിട്ട് വായുടെ മുകളിലേക്ക് വായ വെച്ച് ബ്ലോ ചെയ്യുക. ബ്ലോ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് റീകോയിൽ, ഹാർട്ടിൻ്റെ റീകോയിലിനൊരു ടൈം കൊടുക്കുക. നോർമലായി കഴിയുമ്പോൾ, ചെസ്റ്റ് നോർമലായി കഴിയുമ്പോൾ വീണ്ടും ഒരു ബ്രീത്ത് കൂടെ കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ പേഷ്യൻ്റ് കോൺഷ്യസ് ആയി അല്ലെങ്കിൽ പേഷ്യൻ്റ് റെസ്പോൺസ് വന്നു എന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിനെ എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇതാണ് CPR എന്ന് പറയുന്ന ടെക്നിക്ക്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് അഡൾട്ടിൻ്റെ CPR ആണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഇൻഫൻറ്റിൻ്റെ CPR ആണെങ്കിൽ ഇതുപോലെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ആകെ വ്യത്യാസം വരുന്നതെന്ന് പറയുന്നത് നമ്മൾ പൾസ് ചെക്ക് ചെയ്യുന്നത് ബ്രേക്കിയൽ പൾസ് ആയിരിക്കും. ഇൻഫൻറ്റിനും ചൈൽഡിനും നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഏതാണ്? ബ്രേക്കിയൽ പൾസ് ചെക്ക് ചെയ്യും. അതുപോലെ റെസ്പോൺസ് നോക്കുന്നത് എങ്ങനെയാണ്? ടാപ്പ് ചെയ്യും. നമ്മുടെ കാലിൽ, കുഞ്ഞിൻ്റെ കാൽപാദത്തിൽ നന്നായിട്ട് ടാപ്പ് ചെയ്യുക. ടാപ്പ് ദ സോൾ ഓഫ് ദ ഫുട്ട്. കാൽപാദത്തിൽ നന്നായിട്ട് ടാപ്പ് ചെയ്യുക കുഞ്ഞിൻ്റെ. അങ്ങനെയാണെങ്കിൽ റെസ്പിറേഷൻ അറിയാൻ പറ്റുള്ളൂ. ഇനി കുഞ്ഞിൻ്റെ എങ്ങനെയാണ്? 2 മിനിറ്റ് കംപ്രഷൻ ആയിരിക്കും, ഒരു ബ്രത്ത് ആയിരിക്കും കൊടുക്കുന്നത് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻഫൻറ്റ് കംപ്രഷനിൽ പ്ലേസ് 2 ഫിംഗേഴ്സ്, 2 ഫിംഗേഴ്സ് ഓൺ ദ സ്റ്റേണം. അതിൻ്റെ പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. 2 ഫിംഗേഴ്സ് ഓൺ ദ സ്റ്റേണത്തിൽ നമ്മൾ ഈ പറഞ്ഞ പൊസിഷനിൽ 2 ഫിംഗർ മാത്രം വെച്ചിട്ട്
ഈ ഫിംഗർ വെച്ചിട്ടാണ് നമ്മൾ താഴേക്ക് കംപ്രസ് ചെയ്യുന്നത്. റേറ്റ് ഒക്കെ സെയിം തന്നെയാണ്, 100 to 120 കംപ്രഷൻ ആണ് കൊടുക്കുന്നത്. സിംഗിൾ റെസ്ക്യൂർ ഒരാളെ ഉള്ളൂ എങ്കിൽ 30 കംപ്രഷന് 2 റെസ്ക്യൂ ബ്രീത്ത് ആയിരിക്കും കൊടുക്കുന്നത്. ഇനി 2 പേരുണ്ടെങ്കിലോ 15 കംപ്രഷന് 1 റെസ്ക്യൂ ബ്രീത്ത് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഇതും സിഫി സ്ഥാനത്തിലാണ് പൊസിഷൻ വരുന്നത്. ഇതാണ് കുഞ്ഞുങ്ങൾക്കുള്ള CPR എന്ന് പറയുന്നത്. തമ്പ് എൻസർക്ലിംഗ് ഹാൻഡ് ടെക്നിക്കും ഉണ്ട്. അതല്ലാതെ 2 ഫിംഗർ 2 ഫിംഗർ യൂസ് ചെയ്ത് സ്ഥാനത്തിൽ പുഷ് ചെയ്യുന്ന കംപ്രഷൻ കൊടുക്കുന്നതുകൊണ്ട്. അതുപോലെ കുഞ്ഞിനെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് തമ്പ് എൻസർക്കിൾ ചെയ്യുക, അതെങ്ങനെ പറയാ, കുഞ്ഞിനെ നമ്മൾ എടുത്തിട്ട് നമ്മുടെ തമ്പ് രണ്ടും ഉണ്ടല്ലോ, തള്ളവിരൽ രണ്ടും കുഞ്ഞിൻ്റെ ചെസ്റ്റിൻ്റെ അവിടെ വരുന്ന രീതി കുഞ്ഞിനെ എടുത്ത് പിടിക്കുക. എന്നിട്ട് ഈ തള്ളവിരൽ കൊണ്ട് നമ്മൾ കംപ്രഷൻസ് കൊടുക്കുക. അതാണ് വേറൊരു മെത്തേഡ്. ഓക്കെ, ഇത്രയാണ് CPRൻ്റെ അകത്ത് വരുന്നത്. CPR കംപ്രഷൻ്റെ ഡെപ്തൊക്കെ നിങ്ങൾ നോക്കിക്കോണം. അഡൾട്ടിൻ്റെയും ചൈൽഡിൻ്റെയും നിയോനേറ്റിൻ്റെ ഒക്കെ കംപ്രഷൻ്റെ റേഷ്യോ 30:2 ആയിരിക്കും. റേറ്റ് എന്ന് പറയുന്നത് 100 കംപ്രഷൻസ് പെർ മിനിറ്റ് ആയിരിക്കും. ഇത്രയാണ് CPRൻ്റെ അകത്ത് വരുന്നത്. CPR എന്താണെന്ന് നോക്കുക, അതിൻ്റെ പർപ്പസ്, ഇൻഡിക്കേഷൻ. പിന്നെ CPRൻ്റെ പ്രൊസീജിയേഴ്സിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന 4 പോയിൻറ്റ്സ് ഉണ്ട്. സീൻ സേഫ്റ്റി, ചെക്ക് ഫോർ റെസ്പോൺസ്, കോൾ ഫോർ ഹെൽപ്പ് ആൻഡ് ആക്ടിവേറ്റ് എമർജൻസി റെസ്പോൺസ്. ഈ 4 പോയിൻറ്റ്സ് ഓർത്തിരിക്കുക. അതിനുശേഷം CPRൻ്റെ ടെക്നിക്സ് ABC, എയർവേ, ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ ഓർത്തിരിക്കുക. പിന്നെ റെസ്ക്യൂ ബ്രീത്തുകളും കംപ്രഷൻസും ഓർത്തിരിക്കുക. അതിൻ്റെ സൈറ്റുകളും ഒക്കെ ഓർത്തിരിക്കുക. പിന്നെ ഇതിൻ്റെ പോസിബിൾ കോംപ്ലിക്കേഷൻസ് എന്താണ്? മെയിൻ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റിബ് കേജ് ഡാമേജ് ആണ്. റിബ്സിൽ ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ CPR എന്ന് പറയുന്ന പ്രൊസീജിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കുക. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.